ഇന്നിപ്പോ നമ്മളാ ചാറ്റ് പുറത്തുവിട്ടല്ലോ. വാട്സപ്പിൽ ഇവർ കൊല്ലാൻ വേണ്ടി നടത്തിയ മുദ്രാവാക്യവും വിളിയും ഇതൊന്നും ഏതെങ്കിലും ചോട്ട ചെക്കന്മാരല്ലല്ലോ. പേരോണ്ട ഭാഷയിൽ പറഞ്ഞാൽ ബിരുദമെടുത്ത് പള്ളിയിൽ ദർസ് നടത്തുന്ന മൊയ്ലിയന്മാരെ ഗ്രൂപ്പാണ് സഖാഫി ഗ്രൂപ്പ്. അവരാണ് എഴുതിവിടുന്നത് ചേകനൂരിനെ ചെയ്തതുപോലെ ചെയ്യണം. അതന്നെയല്ലേ നിങ്ങളൊരു കാലത്ത് ഇവിടെ ടൈഗർ ഫോയ്സും ജംഇയ്യത്തുൽ ഇഹ്സാനിയൊക്കെ ഉണ്ടാക്കിയത്. നിങ്ങളാ മനുഷ്യർക്കൊപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ വിട്ടതെന്തിനാ അറിയോ? അതൊക്കെ ഒരു ടെസ്റ്റ് ഡോസാണ്. ഞങ്ങളെ കയ്യിലുള്ളതിലെ അപേക്ഷിച്ച് ഒന്നുമല്ല. സാക്ഷാൽ ബിസിനസ്മാൻ അടക്കം, നിങ്ങളുടെ ടോപ്പ് നേതാക്കളടക്കം അവരൊക്കെ പറഞ്ഞ എത്രയോ രേഖകൾ ചാറ്റും വോയിസും ഒന്നുമല്ല, ജീവനുള്ള വീഡിയോ തന്നെ ഞങ്ങളെ കയ്യിൽ റെഡിയാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഞങ്ങളുടെ സംഘത്തെ ആക്രമിക്കാനും കൊല്ലാനും അതുപോലെ തന്നെ ഈ രൂപത്തിൽ നിങ്ങൾ ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്ന വീഡിയോ എടുക്കാം. പിന്നെ ഞങ്ങളെന്താ അത് വിടാത്തെന്നറിയോ? ഞങ്ങളെ മശായിഖുമാർ അവരുടെ റഹ്മത്ത് കൊണ്ടാണ്. ഇതൊക്കെ വിടുമ്പോ ഈ സമൂഹത്തിന് ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ കെട്ടിയിട്ടാണ് അത് പറയുന്നത്. ആ ഒരൊറ്റ പോയിന്റിലാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നത് കേട്ടോ. അതിലൊരൊറ്റ ഒന്ന് ഞങ്ങൾ പുറത്തു വിട്ടാൽ നിങ്ങളെ മനുഷ്യർക്കൊപ്പം ഉണ്ടാവില്ല, മൃഗങ്ങൾക്കൊപ്പം എന്ന് പോലും പറയാൻ നിങ്ങൾക്കാവൂല. മനസ്സിലായോ? അത്രയും മതപ്പതിച്ച ടീമാണ് നിങ്ങൾ എന്നതിൽ ആ രേഖകൾ തന്നെ. അപ്പൊ ഇതൊരു ടെസ്റ്റ് ഡോസായി തന്നതാ. വേണ്ടി വന്നാൽ വീഡിയോ തന്നെ വരും. ഇദാജാ നസ്റുല്ലാഹി കാണി ശരിയാവും. അതുകൊണ്ട് വല്ലാതെ എന്ത് ചെയ്യണ്ട, കയറി കളിക്കണ്ട. കള്ളക്കേസ് കൊടുക്കാനും ഞങ്ങളുടെ പ്രവർത്തകരെ മാത്രമല്ല ഞങ്ങളുടെ മശായിഖുമാർക്കെതിരിൽ കള്ളക്കേസ് കൊടുക്കാനും അവരെ കുടുക്കാനും അവർക്കെതിരെ ഗൂഢാലോചന നടത്താനും ആ രൂപത്തിലുള്ള ഗൂഢതന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് മുഴുവനും ഞങ്ങൾ വലിച്ചു പുറത്തിടും. യാതൊരു സംശയവും വേണ്ട. ഇടക്കിടക്ക് ഞങ്ങളടുത്തത് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി തന്ന ചെറിയ ചെറിയ സാധനങ്ങളാ ഈ ചാറ്റൊക്കെ. പക്ഷെ അപ്പോഴേക്ക് എന്തൊക്കെ ഇടങ്ങാറങ്ങളായത്. ഇന്നലെയും മിനിയാന്നുമായി ആയിരക്കണക്കിന് ഫോണുകളാണ് എനിക്ക് വന്നത്. ഒരാൾ ചോദിച്ചു എന്തും തരാം, നിങ്ങൾ അതൊന്ന് പിൻവലിക്കോ? ഞാൻ പറഞ്ഞു പിൻവലിച്ചിട്ട് എന്താ കാര്യം, എല്ലായിടത്തും എത്തിയില്ലേ? അല്ലെങ്കിൽ പിൻവലിക്കാനാ ഞങ്ങൾ പറഞ്ഞത്? നിങ്ങളെ ഓഫറിൽ വീഴുന്നവരാണോ ഞങ്ങൾ? അല്ലല്ലോ. അതുകൊണ്ട് ഇ.കെ. ഉസ്താദ് പഠിപ്പിച്ചൊരു വഴിയുണ്ട് ഇവിടെ. ആ ഇ.കെ. ഉസ്താദ് പഠിപ്പിച്ച വഴി അത് മശായിഖിന്റെ വഴിയാ. മശായിഖിനോടുള്ള സുഹബത്തില്ലാതെ അവര് ഗുണം പറയണം. സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ തങ്ങൾക്കുള്ള ഗുണമേതാ?